ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റെസിപ്പി മലബാറിക്കസ്. ഇന്ന് ഞാൻ വന്നിട്ട് നല്ല ടേസ്റ്റി നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ നമുക്ക് ഒരു മാസത്തോളം കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് കൂടിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ കൂടെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി കാണും. അതിനകത്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുള്ളൂ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിന് വേണ്ടിയിട്ട് ഞാനാദ്യം എടുത്തിട്ടുള്ളത് നമ്മളെ കടലമാവാണ്. അപ്പോൾ അതൊരു കപ്പ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കണം. നമ്മളെ ആ ഒരു എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂണോളം കസൂരി മേത്തി ചേർത്ത് കൊടുക്കണം. കസൂരി മേത്തി എന്ന് പറയുന്നത് ഡ്രൈഡ് ഉലുവയിലയാണ്. അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കണം. അപ്പം ഇത് ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെയല്ല, കുറച്ചും കൂടെ ഒന്ന് ടൈറ്റായിട്ട് നമ്മളിതൊന്ന് കുഴച്ചെടുക്കണം. അത്ര ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ തന്നെ അത്ര സോഫ്റ്റായിട്ട് എടുക്കണമെന്നില്ല, കുറച്ചും കൂടെ ഒന്ന് ഹാർഡായിട്ട് എടുക്കണം. എന്ന് വെച്ചാൽ ഒരുപാട് ടൈറ്റാകാനും പാടില്ല. ഈ ഒരു പരുവത്തിൽ വേണം നമ്മളെടുക്കാൻ. അപ്പോൾ ഇതൊന്ന് 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒന്ന് കുഴച്ചെടുക്കണം ഇതേപോലെ തന്നെ. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒരു ടേബിൾ സ്പൂണ് ഓയിലും കൂടെ ചേർത്തിട്ടുണ്ട്. ഒരു ടീസ്പൂണോളം നമുക്ക് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. ആ ഒരു നമുക്ക് എരിവിനനുസരിച്ചുള്ള ഈ സ്നാക്കിന് എരിവിനനുസരിച്ചുള്ള കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ കുറച്ച് വെള്ളവും നമുക്ക് ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് കുഴക്കുന്ന സമയത്ത് സാധാരണ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കാൻ പാടില്ല. കുറച്ചൊന്ന് ടൈറ്റായിട്ട് തന്നെ കുഴക്കണം, എന്നാലേ നമ്മളിത് പരത്തുന്ന സമയത്ത് നമുക്കിത് നന്നായിട്ട് വരുള്ളൂ. അപ്പോൾ ഇതൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഇതും കൂടെ ഒന്ന് 5 മിനിറ്റ് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ 2 മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കടലമാവിൻ്റെതും പിന്നെ മൈദേൻ്റെ കുഴച്ചെടുത്തതും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ കടലമാവിൻ്റെ മാവാണ് ഞാനിപ്പോൾ ഇവിടെ പരത്തിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ അത് നമുക്ക് തിന്നായിട്ട് ഒരുപാട് കട്ടിയിൽ പരത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഇത് ഇനിയിപ്പം ഒന്ന് തിന്നായിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇവിടെ പരത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം നമുക്ക്. ഇനി അടുത്തത് നമ്മൾ മൈദ മാവ് ഒന്ന് പരത്തിയെടുക്കണമല്ലോ, അപ്പോൾ അതും കൂടെ ഒന്ന് പരത്തിയെടുക്കാം. ഇനി നമുക്ക് മൈദമാവും കൂടി ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ കുറച്ച് തിന്നായിട്ട് തന്നെ പരത്താൻ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും. അപ്പോൾ ഇത് നമുക്ക് ഒരു മാസത്തോളം കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് മൈദമാവ് ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നേരത്തെ പരത്തി വെച്ച കടലമാവ് പരത്തിയതും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് നന്നായിട്ട് ഇതൊന്ന് റോൾ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എഡ്ജസ്റ്റിലെല്ലാം ഒന്ന് വെള്ളം തൊട്ട് കൊടുത്താൽ മാത്രം മതി. ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് കുറച്ച് വെള്ളം തൊട്ട് കൊടുത്താൽ മാത്രം മതി. എന്നാലേ ഇത് നമുക്ക് സ്റ്റിക്കായിട്ട് കിട്ടുള്ളൂ, ജസ്റ്റ് ഒന്ന് ഒട്ടിയിട്ട് വരുള്ളൂ. അപ്പോൾ ഒന്ന് ടൈറ്റായിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ കാണുന്ന പോലെ തന്നെ ഒന്ന് റോൾ ചെയ്താൽ മാത്രം മതിയാവും. അപ്പോൾ എഡ്ജസ്റ്റിലെല്ലാം ഒന്ന് വെള്ളം തൊട്ടെടുക്കണം. അപ്പം ഇതൊന്ന് ഇതുപോലെ തന്നെ ഒന്ന് റോൾ ചെയ്യട്ടെ. അപ്പോൾ പ്രത്യേകം നമ്മൾ ലാസ്റ്റ് എഡ്ജസ്റ്റിൽ നമ്മളൊന്ന് വെള്ളം തൊട്ട് കൊടുക്കാൻ കുറച്ച് വെള്ളം തൊട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് സെപ്പറേറ്റ് ആയിട്ട് വരും. അപ്പം ജസ്റ്റ് ഒന്ന് വെള്ളം തൊട്ടിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇപ്പോൾ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഈ ഒരു സൈസിൽ വേണം കട്ട് ചെയ്യാൻ. ഒരുപാട് തിന്നായിട്ട് കട്ട് ചെയ്താൽ നമുക്ക് ഈ ഷേപ്പിൽ കിട്ടില്ല. അപ്പോൾ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് കൈവച്ചിട്ട് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഈ സ്നാക്ക് ഇതുപോലെ തന്നെ ഒന്ന് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ നമുക്ക് ഒരു മാസത്തോളം കേടുകൂടാതിരിക്കാം, നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പം ഇത് നമുക്ക് ആവശ്യത്തിന് ഉള്ള സമയത്തൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ ഇത് ഷെൽഫ് ലൈഫ് കൂടുതൽ ഉള്ള ഒരു സ്നാക്ക് കൂടിയാണ്.
അപ്പോൾ കുട്ടികൾക്കെല്ലാം നമുക്ക് അടുക്കടെ വിശക്കുന്ന സമയത്ത് സ്നാക്ക് വേണമെന്നൊക്കെ പറയുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുക്കാൻ കൂടെ പറ്റുന്ന ഒരു സ്നാക്ക് കൂടിയാണ്. അപ്പോൾ ഇതൊന്ന് നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് ഒന്ന് വറുത്തെടുത്താൽ മാത്രം മതിയാവും, ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയാവും. അപ്പം ഇതെല്ലാം ഞാൻ ഇതുപോലെ തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ചൂടായ എണ്ണയിൽ ഇതൊന്ന് വറുത്ത് കോരാം. അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതൊന്ന് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് ഫ്ലെയിം കൂട്ടി വെച്ചാൽ നമ്മളെ സ്നാക്ക് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പം ഫുള്ളായിട്ട് ഒന്ന് കുക്കായിട്ട് കിട്ടുകയില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടില്ല. അപ്പം ഒറ്റ ടൈം ഞാനിപ്പോൾ 2 എണ്ണം ഒന്ന് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്നാക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഗോൾഡൻ കളറാകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു വെറൈറ്റി സ്നാക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് തീർച്ചയായും അറിയിക്കണം. അപ്പോൾ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.